എന്തുകൊണ്ടാണ് ഒരു പ്ലെയിൻ ക്രാഷ് ആവാൻ സമയത്ത് പൈലറ്റ്സ് മെയ്ഡേ എന്ന് പറയുന്നത്? ഇന്റർനാഷണലി യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി പ്രൊസീജിയർ വേർഡാണ് മെയ്ഡേ എന്ന് പറയുന്നത്. എയ്റോപ്ലെയിനിൽ മാത്രമല്ല, കപ്പലുകളിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായാൽ അത് ഗ്രൗണ്ടിലുള്ള ടീമിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ട്രസ് സിഗ്നൽ തന്നെയാണ് മെയ്ഡേ എന്ന് പറയുന്നത്. എമർജൻസി സിറ്റുവേഷൻസിൽ മെയ്ഡേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് ഏർലി 1920s ഫ്രെഡറിക് സ്റ്റാൻലി എന്ന് പറയുന്ന ഓഫീസറാണ് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ എയർ ട്രാഫിക് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷയിൽ മെയ്ഡേ എന്നുള്ള വാക്കാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് നിർദ്ദേശിച്ചത്. ഫ്രഞ്ച് ഭാഷയിൽ മെയ്ഡേ എന്ന വാക്കിന്റെ അർത്ഥം കം ആൻഡ് ഹെൽപ്പ് മീ എന്നുള്ളതാണ്. അന്ന് മുതൽ ഇപ്പോഴും നമ്മൾ ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും എയർപ്ലെയിൻ അല്ലെങ്കിൽ ഷിപ്പുകൾക്കൊക്കെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഗ്രൗണ്ടിലുള്ള ടീമിനെ അറിയിക്കാൻ വേണ്ടി മെയ്ഡേ എന്ന് 3 തവണ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് മെയ്ഡേ എന്ന വേർഡ് യൂസ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റൊരു വേർഡാണ് ആക്ച്വലി നമ്മുടെ പൈലറ്റ്സ് യൂസ് ചെയ്യാറുള്ളത്. അത് അറിയുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.